നമ്മൾ ഫസ്റ്റ് കൈനമാറ്റിക്സിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ച് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി ഇനീഷ്യലി ആൻഡ് 60 ഡിഗ്രി ആഫ്റ്റർ 1 സെക്കൻഡ് വിത്ത് ടൈം ആക്സിസ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എക്സ് ആക്സിസിലാണ്, ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ആക്സിസിലാണ്. അപ്പോൾ ഇനീഷ്യലി ഇറ്റ് മേക്സ് എൻ ആംഗിൾ 45 ഡിഗ്രി, ഓക്കെ, 45 ഡിഗ്രി ഇതാണ് ഇനീഷ്യലി, ഓക്കെ. പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഇറ്റ് മേക്സ് എൻ ആംഗിൾ 60 ഡിഗ്രി എന്നാണ് പറഞ്ഞത്, ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്, ദിസ് ഈസ് 60 ഡിഗ്രി, റൈറ്റ്, 60 ഡിഗ്രി, ഓക്കെ. അപ്പോൾ ആഫ്റ്റർ 1 സെക്കൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുണ്ടാവുക. ഒന്ന്, വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദി സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, ആൻഡ് വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അതിൽ നിങ്ങൾ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും എന്നറിയാൻ നമ്മൾ സ്ലോപ്പ് കണ്ടാൽ കിട്ടുക സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എക്സ് ആക്സിസിൽ ടൈം ആണ്. അപ്പോൾ സ്ലോപ്പ് കണ്ടാൽ എന്താ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വെലോസിറ്റി വരും. അപ്പോൾ നമ്മൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ദിസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ് സ്ലോപ്പ്, വേർ തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഗ്രാഫ് വിത്ത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി ഇത് എത്രയാ? ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ട വെലോസിറ്റി കിട്ടുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി V1 പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ 45 ആണ്, ഓക്കെ. ആൻഡ് V2 പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ടാൻ 60 ആണ്, ടാൻ 60. ഈ ടാൻ 45 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടാൻ 45 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ടാൻ 60 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു √3. ഈ ചേഞ്ച് നടക്കുന്നത് ഒരു സെക്കൻഡിലാണ് നടക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആക്സിലറേഷൻ. നോക്കൂ, ആക്സിലറേഷൻ A ഈക്വൽ ടു നമുക്കെന്ത് പറയാം? V2 മൈനസ് V1, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം വരും, ഓക്കെ. V2 മൈനസ് V1 ഡിവൈഡ് ബൈ ടൈം. അതിൽ V2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാ? √3 ആണ്, √3 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞാൽ V1 ദാറ്റ് ഈസ് 1. ടൈം എത്രയാ? ടൈം 1 സെക്കൻഡ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ പറഞ്ഞാൽ √3 മൈനസ് 1 വരും, √3 മൈനസ് 1. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ, ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇവിടെ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ സെർട്ടൈൻ ഇനീഷ്യൽ വെലോസിറ്റി റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആഫ്റ്റർ 4 സെക്കൻഡ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 സെക്കൻഡ് കൊണ്ട് തിരിച്ചെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എയർ റെസിസ്റ്റൻസ് ഈസ് നെഗ്ലക്റ്റഡ് ടൈം ഫോർ അപ്വേർഡ് മോഷൻ ഈസ് ഈക്വൽ ടു ടൈം ഫോർ ഡൗൺവേർഡ് മോഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, 2 സെക്കൻഡ് മേലോട്ട് 2 സെക്കൻഡ് താഴോട്ട്, ഇതാണ് പരിപാടി, ഓക്കെ. 2 സെക്കൻഡ് മേലോട്ട് 2 സെക്കൻഡ് താഴോട്ട്. അപ്പോൾ ചോദ്യം എന്താണെന്നറിയോ? ഇനീഷ്യൽ വെലോസിറ്റി ഈസ് നിയർലി. ഇവിടെ ഈ ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പോൾ നോക്കൂ, U ആണ് എന്ന് വിചാരിച്ചോളൂ, U, ഓക്കെ. ഇത് അപ്പോൾ നമ്മൾ മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം G എത്രയാണോ അത്രയും വെലോസിറ്റി കുറയുന്ന. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ G 9.8 ആണെങ്കിൽ മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. നമുക്കിവിടെ G 10 ആയിട്ട് എടുക്കാം. അപ്പോൾ മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. ഈ ഇനീഷ്യൽ വെലോസിറ്റി കുറഞ്ഞ് 0 ആവുന്നത് വരെ മേലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മേലെ പോയി തിരിച്ചെത്താൻ എടുക്കുന്നത് 4 സെക്കൻഡാണ്. അപ്പോൾ മേലോട്ട് പോകാൻ 2 സെക്കൻഡ്, തിരിച്ചു വരാനും 2 സെക്കൻഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 2 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി 0 ആവും. 1 സെക്കൻഡിൽ 10 കുറയുക, 2 സെക്കൻഡിൽ 20 കുറയും. അപ്പോൾ ഇവിടുന്ന് എറിഞ്ഞ വെലോസിറ്റി 20 ആവണം, ഓക്കെ. എറിഞ്ഞ വെലോസിറ്റി 20 ആണെങ്കിൽ നോക്കൂ, 1 സെക്കൻഡ് കഴിയുമ്പോൾ ദേ വെലോസിറ്റി 10 കുറഞ്ഞു, എത്രയാ? ബാക്കി 10 ഉണ്ടാവും. ഇനി 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ ആ 10 കുറഞ്ഞു, വെലോസിറ്റി 0 ആയി. തിരിച്ചു വരുമ്പോൾ അതേപോലെ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. ഇത് 10 ആണ്, ഓക്കെ. ഇവിടെ എത്തുമ്പോൾ എത്രയാണ്? ഇവിടെ എത്തുമ്പോൾ 20 ആണ്, ഓക്കെ. ഇവിടുന്ന് പുറപ്പെട്ടത് എത്രയാ? പുറപ്പെട്ട U ഈക്വൽ ടു ദിസ് ഈസ് ഓൾസോ 20. ചോദ്യം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്നാ. അപ്പോൾ ഇനീഷ്യൽ നമ്മളത് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്ക് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ. നെക്സ്റ്റ്
എന്താ ഇത് ഒരു ഇടിവെട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ മാൻ സീസ് എ ബോൾ ത്രൂ എ വിൻഡോ ഓഫ് ഹൈറ്റ് 5 feet going up and coming down. If the total time for which the object is in sight is 1 second, the height above the window the object reaches is. ഇവിടെ നമുക്ക് ഒരു 5 feet വിൻഡോ ഉണ്ട്. ഓക്കെ, 5 feet വിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിനകത്ത് നിൽക്കുകയാണ്, ഈ വിൻഡോയിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ദേ ഒരു ബോഡി ദേ ഇങ്ങനെ വരുന്നുണ്ട്, ബോഡി അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് പോകുന്നത് കാണാം, പിന്നെ മേലോട്ട് ഇത് എത്ര പോയി നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും പിന്നെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ആ തിരിച്ചു വരുന്നതുമാണ് നമ്മൾ കാണുന്നത്, ഇങ്ങനെ പോകും. ഈ വിൻഡോയിലൂടെ ഉള്ള മേലോട്ടും താഴോട്ടും വരുന്നത് മാത്രമേ കാണൂ. അപ്പോൾ ദേ ഇവിടുന്ന് താഴേന്ന് എവിടെന്നാ വരുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കില്ല. ഓക്കെ, ഈ വിൻഡോയിലൂടെ ഇങ്ങനെ മേലോട്ട് പോയി, പിന്നെ മേലോട്ട് എത്ര പോകുന്നുണ്ടെന്നും അറിയുന്നില്ല. നമ്മളോട് ചോദ്യം എന്താണെന്നറിയോ, ദേ ഈ ഹൈറ്റ്, അതായത് ബിയോണ്ട് വിൻഡോ എത്ര ഹൈറ്റിലോട്ട് പോയി എന്നാണ് ചോദ്യം. ഓക്കെ, അതിൽ ഇവിടെ നമ്മൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അപ്രോക്സിമേറ്റ്ലി നമുക്കത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം. ഇനി CGS-ലാണെങ്കിൽ 980 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അപ്രോക്സിമേറ്റ്ലി 1000 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന FPS സിസ്റ്റത്തിലാണ്, ഫുട്ട് പൗണ്ട് സെക്കൻഡ്സ്. അതായത് ഇവിടെ എന്താണെന്നറിയോ, നോക്കൂ, 5 feet വിൻഡോ എന്നാണ് തന്നിരിക്കുന്നത്. ഈ FPS സിസ്റ്റത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 32 ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ പറയാം, 32 ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട എന്താണെന്നറിയോ, നോക്കൂ, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടുത്തെ വെലോസിറ്റി V1 വിചാരിച്ചോളൂ. ഓക്കെ, ഇനി ഇവിടെ മേലെ എത്തുമ്പോൾ V2 വിചാരിച്ചോളൂ, V2 റൈറ്റ്. അതിൽ ഇനി നമുക്ക് എന്ത് പറയാമെന്നറിയോ, പിന്നെ ആകെ എത്രയാ, 1 സെക്കൻഡാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ വിൻഡോയിലൂടെ നമ്മൾ ആകെ കാണുന്ന 1 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, മേലോട്ട് പോകുമ്പോൾ നമ്മൾ 0.5 സെക്കൻഡ് കാണും, താഴോട്ട് വരുമ്പോഴും 0.5 സെക്കൻഡ് കാണും. ഇവിടെ നോക്കൂ, വെലോസിറ്റി V1 അത് V2 ആയിട്ട് കുറയാൻ എടുക്കുന്നത് 0.5 സെക്കൻഡ്സാണ്, 0.5 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ചേഞ്ച് ഇൻ വെലോസിറ്റി മേലോട്ട് പോകുമ്പോൾ നോക്കൂ, ഓരോ സെക്കൻഡിലും 32 ഫുട്ട് പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും, താഴോട്ട് വരുമ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. 32 ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 32 ഫുട്ട് പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും, താഴോട്ട് വരുമ്പോൾ ഓരോ സെക്കൻഡിലും 32 ഫുട്ട് പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. ഇവിടെ നോക്കൂ, മേലോട്ട് പോകാൻ എടുക്കുന്നത് 0.5 സെക്കൻഡാണ്, തിരിച്ചും 0.5 സെക്കൻഡ്, അങ്ങനെ നമ്മൾ 1 സെക്കൻഡ് കാണുന്നത്. അപ്പോൾ V1 നിന്ന് V2 ആയി എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞ വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, V1 മൈനസ് V2, ഇത്രയും കുറഞ്ഞു. അത് കുറയാൻ എത്ര സമയം എടുക്കും, ഹാഫ് സെക്കൻഡ്. 1 സെക്കൻഡിൽ 32 കുറയും, അപ്പോൾ ഹാഫ് സെക്കൻഡിൽ എത്ര കുറയും, 32 ഇൻറ്റു ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 കുറയും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവുമ്പോൾ നോക്കൂ, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവുമ്പോൾ ആവറേജ് വെലോസിറ്റി V ആവറേജ്, ഓക്കെ, V എഴുതിയിട്ട് മേലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താ, ആവറേജാ. ഓക്കെ, V ആവറേജ് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാമെന്നറിയോ, V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2. ഇത് എപ്പോഴും കറക്റ്റ് അല്ല. Arithmetic mean of V1 and V2 only when acceleration is constant. Acceleration constant ആകുമ്പോൾ മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ളത്. V equal to V1 plus V2 only when the acceleration is constant. ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, മേലോട്ട് പോകുമ്പോഴും താഴോട്ട് വരുമ്പോഴൊക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 32 ആണ്, താഴോട്ടാണ്, ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വി ക്യാൻ ഹാവ് ആവറേജ് വെലോസിറ്റി V1 plus V2 by 2. ഇനി ദിസ് ഈസ് കണ്ടീഷണൽ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോൾ മാത്രമാണ് ഇത് കറക്റ്റ്. പക്ഷേ ഈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ അത് അൺകണ്ടീഷണൽ ആണ്, എപ്പോഴും ശരിയാണ്, അത് തെറ്റാവുന്ന ഒരു സിറ്റുവേഷനും ഇല്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ നോക്കൂ, ദിസ് ഈസ് എ 5 feet വിൻഡോ. ഓക്കെ, അത് പോവാൻ എടുക്കുന്ന സമയം എത്രയാ, അത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 0.5 സെക്കൻഡ്സാണ്, 0.5 സെക്കൻഡ്സ്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ ആവറേജ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 feet. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2
ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം എത്രയാണ്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 സെക്കൻഡ്സ്. ഓക്കെ, ഇവിടെ നോക്കുക, ആ 0.5ഉം 5 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 വരും. ഓക്കെ, എന്നിട്ട് ഈ 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? ഇവിടെ നിന്ന് V1 + V2 ദിസ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഓക്കെ, V1 + V2 ഈക്വൽ ടു 20 കിട്ടും. അത് നമ്മൾ ഇവിടെ കൊടുക്കുക, V1 + V2 ദിസ് ഈസ് ഈക്വൽ ടു 20 കിട്ടും. ഓക്കെ, ഇനി ആ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 വരും. ഓക്കെ, ഇവിടെ V1 - V1 കട്ടായി പോകും, V2 - V2 എന്താ 2V2 എന്ന് വരും, 2V2. ഓക്കെ, അപ്പോൾ 2V2 ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? V2 ഈക്വൽ ടു 4/2 പറഞ്ഞാൽ 2. ഓക്കെ, അതായത് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി V2 ആണ്, V2. ഇനി അത് എത്ര മേലോട്ട് പോകുന്നതാണ്? ഓക്കെ, ഇവിടുന്ന് V2 ആണ്, ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0യാ. അപ്പോൾ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുക പറഞ്ഞാൽ നോക്കൂ, ഇവിടുന്ന് ഇവിടം വരെയുള്ളത്. ഓക്കെ, ആ ഹൈറ്റ് h ആണ് എന്ന് വിചാരിച്ചോ, അത് കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? V2 ആണ്, V2². അതായത് V² ഈക്വൽ ടു U² + 2as എന്നാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിൽ +2 ആക്സിലറേഷൻ താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് h മേലോട്ടാണ്. ആക്സിലറേഷൻ 2as, അതിൽ a താഴോട്ട് s മേലോട്ട്. അതിൽ ഒന്ന് പോസിറ്റീവ് ആവും, മറ്റേത് നെഗറ്റീവ് ആവും. ഒന്ന് മേലോട്ട് ഒന്ന് താഴോട്ടും ആണെങ്കിൽ വൺ ഓഫ് ദം ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ദ അതർ ഷുഡ് ബി നെഗറ്റീവ്. അപ്പോൾ പ്രോഡക്റ്റ് എന്താവണം? നെഗറ്റീവ് ആവണം. അതായത് ദിസ് ഈസ് V2² - 2gh. അപ്പോൾ അവിടുന്ന് h ഈക്വൽ ടു V2²/2g വരും. ഓക്കെ, അപ്പോൾ h ഈക്വൽ ടു നമുക്ക് ഇവിടെ എഴുതാം, h ഈക്വൽ ടു V2². ഓക്കെ, ഡിവൈഡഡ് ബൈ 2g പറയാം. അതിൽ V2 എത്രയാ? V2 പറഞ്ഞാൽ 2 ആണ്, 2² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 32. ഓക്കെ, 2 ഇൻറ്റു 32. സോ ദിസ് ഈസ് 1/16. 1/16 ഫീറ്റ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ദാ 1/16 ഫീറ്റ്സ്. റൈറ്റ്, നൗ സി വി ഹാവ് അനദർ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അതിൽ 3 persons A, B and C are at the 3 vertices of an equilateral triangle of side A. Each person starts simultaneously, move with the same uniform speed V such that A is directly towards B, B is directly towards C and C is directly towards A. Then the 3 persons meet after a time. അതിൽ ആ ഓപ്ഷൻസിൽ നൺ ഓഫ് ദീസ് കൂടെ വേണമായിരുന്നു, അതില്ല. നമുക്ക് നോക്കാം എന്താ വിശേഷം എന്ന്. ഓക്കെ, ഇവിടെ നമ്മളുടെ ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ്, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഈ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൽ 3 ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ A ഉണ്ട് വിചാരിച്ചോളൂ, ഇവിടെ B ഉണ്ട് വിചാരിച്ചോളൂ, ഇവിടെ C ഉണ്ട് വിചാരിച്ചോളൂ. 3 ആൾക്കാർ. ഈ 3 ആൾക്കാർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും, ഒരേ സ്പീഡിൽ മൂവ് ചെയ്യും. A എപ്പോഴും നേരെ Bയിലേക്കും, B എപ്പോഴും നേരെ Cയിലോട്ടും, C എപ്പോഴും നേരെ Aയിലോട്ടുമാണ് മൂവ് ചെയ്യുക. അപ്പോൾ എപ്പോൾ എവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കേൾക്കുമ്പോഴേ നമുക്കിത് മീറ്റ് ചെയ്യില്ല എന്നാണ് തോന്നുക. അതായത് A എപ്പോഴും നേരെ Bയിലേക്കും, B Cയിലേക്കും, C Aയിലേക്കും പോവുകയാണെങ്കിൽ എന്താ മീറ്റ് ചെയ്യില്ലല്ലോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. അവിടെ നോക്കൂ, A ഈസ് ഓൾവേസ് ഹെഡിങ് ഡയറക്ട്ലി ടുവേഴ്സ് B എന്നാ. അതായത് നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ ഈ 3 പേരും സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക. ഫസ്റ്റ് മൊമെൻറ്റ് കഴിയുമ്പോൾ A ഇവിടെ എത്തി. ഓക്കെ, അതുപോലെ B ദേ ഇവിടെ എത്തി, അതുപോലെ ദേ C ഇവിടെ എത്തി. ഓക്കെ, ഇപ്പോൾ B എന്ന് പറഞ്ഞാൽ B ഇപ്പോൾ ഈ കോർണറിലല്ല, B ഇവിടെയാണ്. A നേരെ Bയിലോട്ട് എന്ന് പറഞ്ഞാൽ A മസ്റ്റ് ബി കമ്മിങ് ലൈക്ക് ദിസ്. ഓക്കെ, B നേരെ Cയിലോട്ട് പറഞ്ഞാൽ C ഇവിടെയല്ല, C ഇപ്പോൾ ഇവിടെയാണ്. B മസ്റ്റ് ബി കമ്മിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി എന്താ? C ഡയറക്ട്ലി ടുവേഴ്സ് A എന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ A ഇവിടെ എത്തി, B ഇവിടെ എത്തി, C ഇവിടെ എത്തി. അടുത്ത മൊമെൻറ്റിൽ A ഇങ്ങനെയാണ് വരിക, B ഇങ്ങനെയാണ് വരിക, C ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനിയിപ്പോഴെന്താണോ ഒരു മൊമെൻറ്റ് കഴിയുമ്പോൾ നോക്കൂ, ഇനി ഒരു മൊമെൻറ്റ് കഴിയുമ്പോൾ ദേ A ഇതുവഴി അല്പം വന്നു. ഓക്കെ, B ഇതുവഴി അല്പം വന്നു, C ഇതുവഴി അല്പം വന്നു. A നേരെ Bയിലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്താ? B എന്ന് പറയുന്നത് ഇവിടെയല്ല, ഇവിടെയല്ല, ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ A നേരെ Bയിലോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരണം? റൈറ്റ്, B നേരെ Cയിലോട്ട് എന്ന് പറഞ്ഞാൽ C ഇവിടെയല്ല, ഇവിടെയല്ല, ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ C ഇങ്ങോട്ട്, ഓക്കെ, D ഇങ്ങോട്ട്, ഇങ്ങനെ. I mean C ഡയറക്ട്ലി ടുവേഴ്സ് A എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ
എപ്പോൾ നോക്കുകയാണെങ്കിലും ഇത് വരച്ചത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷേ എപ്പോൾ നോക്കുകയാണെങ്കിലും ഈ 3 ആൾക്കാരും ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വേർട്ടീസസിലാണ് ഉണ്ടാവുക. ആ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറുന്നുണ്ട്. ആദ്യം ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുന്നത്, പിന്നെ ട്രയാങ്കിൾ ഇങ്ങനെയുള്ളത്, പിന്നെ ട്രയാങ്കിൾ ഇങ്ങനെയുള്ളത്, ട്രയാങ്കിൾ ഇങ്ങനെ ചരിഞ്ഞ് വരുന്നുണ്ട്. അതാണ് ഈ ഓറിയൻറ്റേഷൻ മാറുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഫൈനലി ഇപ്പം നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇപ്പം ഈ എ ഫോളോ ചെയ്യണ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കൂ, ഇതാ എ ഫോളോ ചെയ്യുന്ന പാത്ത് ഇത് ഇങ്ങനെയാണ്. ഓക്കെ, ബി ഫോളോ ചെയ്യുന്ന പാത്ത് എന്താ, ഇത് ഇങ്ങനെയാണ്. സി ഫോളോ ചെയ്യുന്ന പാത്ത് ഇത് ഇങ്ങനെയാണ്. അപ്പോൾ മോഷൻ തുടങ്ങി അല്പസമയം കഴിയുമ്പോൾ ഇതുവരെ എന്താ അത് ഇങ്ങനെ വന്ന് ആ സെൻട്രോയിഡിൽ മീറ്റ് ചെയ്യും എന്നാ പറയുക, സെൻട്രോയിഡിൽ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കൂ, സി ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സിലാണ് ഉണ്ടാവുക. എപ്പോഴും ഏത് സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവുക. ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സിലുണ്ടാവും, റൈറ്റ്? അപ്പോൾ നമുക്ക് ഈ വേർട്ടെക്സിൽ നിന്ന് ഇതാ എപ്പോഴും ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇയാളുടെ വെലോസിറ്റി ഉണ്ടല്ലോ, വെലോസിറ്റി ഈ ഡിറക്ഷനിൽ വി ഉണ്ട്. ഓക്കെ, ഈ ആംഗിൾ എത്രയാ, ഇത് വി ആണ് കേട്ടോ. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രി, റൈറ്റ്? അപ്പോൾ ഇങ്ങോട്ടുള്ള വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് വി കോസ് 30 ആണ്, വി കോസ് 30. ഓക്കെ, അപ്പോൾ എപ്പോഴും ദർ വിൽ ബി എ കമ്പോണൻറ്റ് ഡിറക്റ്റഡ് ടുവേഴ്സ് ദി സെൻട്രോയിഡ്സ്. സെൻട്രോയിഡിലേക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും, അത് വി കോസ് 30 ഫിക്സ്ഡാ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന പാത്ത് ഇതാണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് വേർട്ടെക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ദൂരമാണ്. ഈ വേർട്ടെക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇതാ റൈറ്റ്, അതിൽ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഇത് എ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താ വരിക, ദാറ്റ് ഈസ് എ സൈൻ 60 വരും, എ സൈൻ 60. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ സെൻട്രോയിഡ് ഇതാണെങ്കിൽ നിങ്ങൾക്കറിയാം, നോക്കൂ ഈ ഡിസ്റ്റൻസ് ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 2:1 ആണ്, 2:1. ഓക്കെ, അതായത് ആകെ ഉള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത് 2:1 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മൊത്തം 3 ഈക്വൽ പാർട്ട് ആക്കുക. അതിൽ 2 പാർട്ടാണ് ഇത് ഇവിടം വരെയുള്ളത്. അപ്പോൾ 2/3. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം, ഇൻറ്റു 2/3. ഇതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, സ്പീഡ് ഇങ്ങോട്ടുള്ള വി കോസ് 30 ആണ്. ഓക്കെ, അപ്പോൾ വി പിന്നെയോ കോസ് 30, റൈറ്റ്? കോസ് 30 വരും, വി കോസ് 30. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 2 ഉണ്ട്, എ ഉണ്ട്, ഡിവൈഡഡ് ബൈ 3v ഉണ്ട്, 3v. സൈൻ 60 പറഞ്ഞാൽ എത്രയാ, സൈൻ 60 ഈസ് √3/2. കോസ് 30 പറഞ്ഞാൽ എത്രയാ, കോസ് 30 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ √3/2. ഓക്കെ, അപ്പോൾ ആ സൈൻ 60യും കോസ് 30യും നമുക്ക് കളയാം. നമുക്ക് കിട്ടുന്ന എന്താ, 2a ഡിവൈഡഡ് ബൈ 3v ഇത് വരും. 2a/3v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ. അത്രയും സമയം കഴിഞ്ഞാൽ ഇവരൊക്കെ മീറ്റ് ചെയ്യുന്ന. അപ്പോൾ ഇതുപോലെ ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു 1/4 ടൈമിലെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്പീഡ് 4 ടൈംസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ പറ്റുന്ന ഫോർമുലയുണ്ട്, അതിനൊക്കെ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് ഇതൊക്കെ. ഓക്കെ, താങ്ക് യു.